ഹായ് എവരിവൺ, അസ്സാം വലൈക്കും. നമുക്കിന്ന് ബ്രെഡ് വെച്ച് നല്ല ക്രിസ്പി ആയിട്ടുള്ള അടിപൊളി ഒരു ദോശ റെഡിയാക്കി എടുക്കാം. അപ്പോൾ ഈ ഒരു ദോശ വെറുതെ കഴിക്കാൻ തന്നെ നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അതിനായിട്ട് ഞാൻ 4 സ്ലൈസ് ബ്രെഡാണ് ഇവിടെ പൊടിച്ചെടുത്തിട്ടുള്ളത്. അപ്പോൾ അതൊന്ന് ഞാൻ അളന്ന് കാണിച്ചു തരാം. അപ്പോൾ ബ്രെഡ് പൊടിച്ചതിന് ശേഷം നമുക്കൊന്ന് അളന്നെടുക്കാം. അപ്പോൾ അത് മൊത്തം 2 കപ്പ് ഉണ്ട് ഈ ഒരു പൊടി എന്ന് പറയുന്നത്. അപ്പോൾ കുറച്ചിങ്ങനെ ആ ഒരു കപ്പിന് കുമിച്ചാണ് കേട്ടോ നിൽക്കുന്നത്. അങ്ങനെ 2 കപ്പാണുള്ളത്. ഇനി ഇതിലേക്ക് 1/2 കപ്പ് റവയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി 1/4 കപ്പ് തൈരും കൂടെ ചേർത്ത് കൊടുക്കാം. അധികം പുളിയില്ലാത്ത കട്ട തൈരാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. റവ ചേർക്കുമ്പോൾ നിങ്ങൾക്ക് വറുത്തതോ വറുക്കാത്തതോ ഏത് വേണേലും ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ ഓൾറെഡി നമ്മൾ റോസ്റ്റഡ് റവ എന്ന് പറഞ്ഞിട്ട് വാങ്ങുന്ന റവയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ഇതിലേക്കിപ്പോൾ ഞാൻ 1 കപ്പ് ചൂടുള്ള വെള്ളമാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. തിളച്ച വെള്ളമല്ല, അതിൻ്റെ ആവി പറക്കുന്ന ഒരു ചൂടെന്ന് പറയില്ലേ, ആ ഒരു ചൂടുള്ള വെള്ളം ആദ്യം 1 കപ്പ് ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഇപ്പോൾ വീണ്ടും ഒരു 1/2 കപ്പ് കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ 1.5 കപ്പ് വെള്ളമാണ് നമ്മളിവിടെ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക. അപ്പോൾ ബ്രെഡിൽ ഓൾറെഡി ഉപ്പുള്ളതാണ്, അപ്പോൾ അതിനനുസരിച്ച് വേണം ഉപ്പ് ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്തെടുത്തിട്ട് വരാം. അപ്പോൾ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് നല്ലതായിട്ട് ഫൈൻ സ്മൂത്ത് പേസ്റ്റായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ അതൊരു ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി ഈ ഒരു മിക്സിയുടെ ജാറിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ വെള്ളം അല്ലെങ്കിൽ ഒരു കയ്യിൽ വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുത്ത് അതും കൂടെ ഇതിലേക്കൊന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്കിത് ദോശ ബാറ്ററിനേക്കാൾ കുറച്ച് ലൂസായിട്ടാണ് കേട്ടോ ഈ ഒരു മാവ് വേണ്ടത്. എന്നാൽ ഒരുപാട് ലൂസല്ല, ഒരു പൊടിക്ക് ലൂസായിട്ടാണ് വേണ്ടത്. ഇനി ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇതും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇൻസ്റ്റൻ്റായിട്ട് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ദോശ ബാറ്ററാണിത്. അപ്പോൾ അപ്പോഴന്നെ നമ്മൾ ചുട്ടെടുക്കുകയാണ്. ചൂടായിട്ടുള്ള പാനിലേക്ക് നമ്മൾ ഈ ഒരു മാവ് ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ സാധാരണ ദോശ നമ്മൾ ചുട്ടെടുക്കുമ്പോൾ ഉള്ള അത്രയും ചൂട് പാന് പാടില്ല. പാനൊരു എന്താ പറയുക, നമ്മൾ വെള്ളം കുടഞ്ഞൊന്ന് പാകമാക്കുക ആ ഒരു ചട്ടിയുടെ ചൂട്. എന്നിട്ട് വേണം ഓരോ തവി മാവും ഒഴിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട്. ഒഴിച്ചു കൊടുത്തതിന് ശേഷം നിങ്ങൾക്ക് ഇതൊന്ന് ഫ്ലെയിം കൂട്ടിയിട്ട് നിങ്ങൾക്ക് മുരിയിച്ചെടുക്കുകയോ ഒക്കെ ചെയ്യാം. ഓയിൽ വേണമെന്നുണ്ടെങ്കിൽ ഓയിൽ ഒഴിച്ചെടുക്കും. അപ്പോൾ ഞാനിപ്പോൾ ജസ്റ്റ് ഒന്ന് ഓയിലാക്കിയിട്ടുണ്ട്. ഇനി നമുക്കിത് എടുത്ത് മാറ്റാം. അപ്പോൾ അതിനുശേഷം ഞാൻ ഇതിലേക്ക് അല്പം കൂടെ വെള്ളം തെളിച്ചിട്ട് ഇതിൻ്റെ ആ ഒരു ചൂട് മാറ്റുന്നുണ്ട്. അതിനുശേഷമാണ് അടുത്ത തവി മാവ് ഒഴിച്ചു കൊടുക്കുന്നത് കേട്ടോ. അപ്പം ഒന്ന് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് അതിൻ്റെ ചൂടൊന്ന് പാകമാക്കി കൊടുക്കുക വെള്ളം കുടഞ്ഞിട്ട്. എന്നിട്ട് നിങ്ങൾ ഓരോ തവി മാവ് ഒഴിച്ച് കൊടുക്കുക. ഇല്ലെന്നുണ്ടെങ്കിൽ അത് അടിയിലിങ്ങനെ പറ്റിപ്പിടിക്കും. കാരണം നമ്മൾ തൈരൊക്കെ ഒഴിച്ചിട്ടുള്ള ഒരു ദോശ ബാറ്റർ ആയതുകൊണ്ട് തന്നെ അപ്പോൾ അതിങ്ങനെ ഒട്ടിപ്പിടിച്ച് നമുക്ക് കറക്റ്റ് പരുവത്തിൽ ഇതുപോലെ പരത്തിയെടുക്കാൻ കഴിയില്ല. അപ്പോൾ അത് തീർച്ചയായിട്ടും നിങ്ങളൊന്ന് ശ്രദ്ധിക്കണം കേട്ടോ. അപ്പോൾ നല്ല അടിപൊളി ദോശയാണ് നമുക്ക് കിട്ടുക. ഞാനിപ്പോൾ ഇവിടെ ഓരോ ദോശയും ഇതുപോലെ ചുട്ടെടുക്കുന്നുണ്ട്. നല്ല ക്രിസ്പി ആയിട്ട് എന്നാൽ നല്ല ഹോൾസൊക്കെ വന്നിട്ടുള്ള ടൈപ്പിലുള്ള ദോശയാണ്. കുറച്ച് സമയം കൂടെ വെച്ചിരുന്നാൽ നല്ലതായിട്ട് ക്രിസ്പി ആയിട്ട് കിട്ടും. അപ്പോൾ ഞാനിവിടെ ക്രിസ്പി ആയിട്ട് നല്ല സോഫ്റ്റ് ആയിട്ടൊക്കെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇഷ്ടമുള്ള ഏത് ഓയിൽ വേണമെങ്കിലും ചേർത്ത് കൊടുക്കുക. നെയ്യ് വേണമെന്നുണ്ടെങ്കിൽ നെയ്യ് ഒഴിച്ച് കൊടുക്കുക. അപ്പോൾ വെറുതെ കഴിക്കാൻ തന്നെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ദോശയാണ് ഈ ഒരു ബ്രെഡ് ദോശ എന്ന് പറയുന്നത്. അപ്പോൾ ഈസി ആയിട്ട് തയ്യാറാക്കാം. തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാൻ മറക്കരുത്. വീണ്ടും നെക്സ്റ്റ് വീഡിയോയിൽ കാണാം ഇൻഷാ അല്ലാഹ്. താങ്ക് യു.